പാർട്ട് എന്നത് കേട്ടൊരു ഭൃത്യജനങ്ങളും മന്നവൻ തന്നെ എടുത്തു കൗസല്യതൻ മന്ദിരത്തിങ്കലാക്കിയിടിനാരന്നേരം വന്നൊരു ദുഃഖേന മോഹിച്ചു വീണിതു പിന്നെയുണർന്നു കരഞ്ഞു തുടങ്ങിനാൻ. കിന്നയായി മേവുന്ന കൗസല്യ തന്നോടും ശ്രീരാമനും തമസാ നദി തന്നുടെ തീരം ഗമിച്ചു വസിച്ചു നിശാമുഖേ പാനീയമാത്രം ഉപജീവനം ചെയ്ത് ജാനകിയോടും നിരാഹാരനായൊരു വൃക്ഷമൂലെ ശയനം ചെയ്തുറങ്ങിനാൻ. ലക്ഷ്മണൻ വില്ലും അമ്പും ധരിച്ചന്തിയെ രക്ഷിച്ചു നിന്നു. സുമന്ത്രരുമായോരോ ദുഃഖവൃത്താന്തങ്ങളും പറഞ്ഞാകുലാൽ പൗരജനങ്ങളും ചെന്നരികെ പുക്കു ശ്രീരാമനെ എങ്ങു കൊണ്ടുപോയി കൂടായികിൽ കാനനവാസം നമുക്കുമെന്നേ വരും. മാനസത്തിങ്കൽ ഉറച്ചു മരുവിനാർ. പൗരജനത്തിൻ പരിദേവനം കണ്ടു ശ്രീരാമദേവനുള്ളിൽ നിരൂപിച്ചു. സൂര്യൻ ഉദിച്ചാൽ അയക്കയുമില്ലിവർ കാര്യത്തിനും വരും വിഘ്നമെന്നാൽ ഇവർക്ക് ഏതം കലർന്നു തളർന്നുറങ്ങുന്നിതു. ബോധമില്ലിപ്പോൾ ഇനി ഉണരും മുൻപേ പോകാം നാം ഇപ്പോഴേ കൂട്ടുക തേരെന്ന രാഘവൻ വാക്കുകൾ കേട്ടു സുമന്ത്രരും വേഗേന തേരും ഒരുമിച്ചിതന്നേരം രാഘവന്മാരും ജനകതനൂജയും തേരിലേറിയിടിനാരേതും അറിഞ്ഞീല പൗരജനങ്ങളന്നേരം. സുമന്ത്രരും ചെറ്റയോധ്യാഭിമുഖം ഗമിച്ചിട്ടത തെറ്റൊന്നു തെക്കോട്ട് തന്നെ നടകൊണ്ടു. ചുറ്റം കിടന്ന പുരവാസികളെല്ലാം പിറ്റേന്നാൾ തങ്ങൾ ഉണർന്നു നോക്കുന്നേരം കണ്ടീല രാമനെ എന്നു കരഞ്ഞതി കുണ്ഠിതന്മാരായി പുരം പുക്കുമേ വിനാർ. സീതാസമേതനാൻ രാമനെ സത്വരം സന്തതം ചേതസി ചിന്തിച്ചനുദിനം പുത്രമിത്രാദികളോടും ഇടചേർന്ന് ചിത്തശുദ്ധ്യ വസിച്ചിടിനാരേവരും. മംഗലദേവത വല്ലഭൻ രാഘവൻ ഗംഗാതടം പുക്കു ജാനകി തന്നോടും മംഗലസ്നാനവും ചെയ്തു സഹാനുജം ശൃംഗിവേരെ വിദുരേ മരുവീടിനാൻ. ദാശരഥിയും വിദേഹതനുജയും ശിംശഭാമൂലെ സുഖേന വാണിടിനാർ. ഗുഹസംഗമം. രാമാഗമന മഹോത്സവം എത്രയും ആമോദം ഉൾക്കൊണ്ട് കേട്ടു ഗുഹൻ തഥാ. സ്വാമിയായി ഇഷ്ടവയസ്യനായുള്ളൊരു രാമൻ തിരുവടിയെ കണ്ടു വന്ദിപ്പാൻ പക്വമനസ്സോടു ഭക്തൈവ സത്വരം പക്വഫലാം മധുപുഷ്പാദികളെല്ലാം കൈക്കൊണ്ട് ചെന്ന് രാമാഗ്രേ വിനിക്ഷിപ്യ ഭക്തൈവ ദണ്ഡ നമസ്കാരവും ചെയ്തു. പെട്ടെന്നെടുത്തെഴുന്നേൽപ്പിച്ചു വക്ഷസി തുഷ്ട്യാ ദൃഢമണച്ചാശ്ലേഷവും ചെയ്തു. മന്ദഹാസം പൂണ്ട് മാധുര്യപൂർവകം വന്ദേതരം കുശല പ്രശ്നവും ചെയ്തു. കഞ്ചവിലോചനൻ തൻ തിരുമേനി കണ്ട് അഞ്ജലി പൂണ്ടു ഗുഹനുമുര ചെയ്തു. ധന്യനായേൻ അടിയനിന്ന് കേവലം നിർണയം നൈഷാദ ജന്മവും പാവനം. നൈഷാദമായുള്ള രാജ്യം ഇതുമൊരു ദൂഷണഹീനമധീനമല്ലോ തവ. കിങ്കരനാം അടിയനെയും രാജ്യവും സങ്കടം കൂടാതെ രക്ഷിച്ചു കൊള്ളുക. സന്തോഷം ഉൾക്കൊണ്ടിനി തിരുവടി സന്തതമത്ര വസിച്ചരുളിയിടണം. അന്തഃപുരം മമ ശുദ്ധമാക്കിയിടണം അന്തർമുദ പാദപത്മരേണുക്കളാൽ. മൂലഫലങ്ങൾ പരിഗ്രഹിക്കണമേ കാലേ കനിവോട് അനുഗ്രഹിക്കണമേ. ഇത്തരം പ്രാർത്ഥിച്ചു നിൽക്കും ഗുഹനോട് മുക്തഹാസം പൂണ്ടരുൾ ചെയ്തു രാഘവൻ. കേൾക്ക നീ വാക്യം മതിയാ മമ സഖേ. സൗഖ്യമതിൽ പരമില്ലെനിക്കേതുമേ. സംവത്സരം 14 കഴിയണം സംവസിച്ചിടുവാൻ ഗ്രാമാലയങ്ങളിൽ അന്യദത്തം ഭുജിക്കുന്നതുമില്ലെന്ന് മന്യേ വനവാസകാലം കഴിയുവോളം. അന്യദത്തം ഭുജിക്കുന്നതുമില്ലെന്ന് മന്യേ വനവാസകാലം കഴിയുവോളം. രാജ്യം മമൈത തന്നു ഭവാൻ മത്സഖിയല്ലോ പൂജ്യനാം. നീ പരിപാലിക്ക സന്തതം. കുണ്ഠഭാവം ചെറുതുണ്ടാകയും വേണ്ട കൊണ്ടുവരിക വടക്ഷീരമാശു നീ. തൽക്ഷണം കൊണ്ടുവന്നു വടക്ഷീരവും ലക്ഷ്മണനോട് കലർന്നു രഘുത്തമൻ. ശുദ്ധവടക്ഷീരഭൂതികളെ കൊണ്ടു ബദ്ധമായോരു ജടാമകുടത്തോടും സോദരൻ തന്നാൽ കുശലാദ്യങ്ങളാൽ സാദരമാസ്ത്രിതമായ തൽപ്പസ്ഥലേ പാനീയമാത്രമാ ആശിച്ചു വൈദേഹിയും
താനുമായി പള്ളിക്കുറിപ്പ് കൊണ്ടിടിനാൻ. പ്രാസാദമൂർധനി പര്യങ്കേ യഥാപുരവാസവും ചെയ്തുറങ്ങിയിടുന്ന പോലെ ലക്ഷ്മണൻ വില്ലുമമ്പും ധരിച്ചന്തിയെ രക്ഷിച്ചു നിന്നു ഗുഹനോടുകൂടവേ. ലക്ഷ്മീപതിയായ രാഘവസ്വാമിയും ലക്ഷ്മി ഭഗവതിയാകിയ സീതയും വൃക്ഷമൂലെ കിടക്കുന്നതു കണ്ടതി ദുഃഖം കലർന്നു ബാഷ്പാകുലനായി ഗുഹൻ. ലക്ഷ്മണനോട് പറഞ്ഞു തുടങ്ങിനാൻ, പുഷ്കരനേത്രനെ കണ്ടില്ലയോ സഖേ വർണ്ണതൽപേ ഭുവി ദാരുമൂലെ കിടന്ന് അർണോജനേത്രനുറങ്ങുമാറായതു സ്വർണ്ണതൽപേ ഭവനോത്തമേ സൽപുരേ. പുണ്യപുരുഷൻ ജനകാത്മജയോടും പള്ളിക്കുറിപ്പ് കൊള്ളും മുന്നം ഇന്നിഹ പല്ലവല്യങ്കസീമനി വനാന്തരെ. ശ്രീരാമദേവന് ദുഃഖമുണ്ടാക്കുവാൻ കാരണഭൂതയായി വന്നിതു കൈകേയി. മന്ദരചിത്തമാസ്തായ കൈകേയി തൻ ഹന്ത മഹാപാപമാചരിച്ചാളല്ലോ. ശ്രുത്വാ ഗുഹോക്തികളിത്തമാകന്ത സൗമിത്രിയും സത്വരമുത്തരം ചൊല്ലിനാൻ. ഭദ്രമതേ ശൃണു മദ്വചനം രാമഭദ്രനാമം ജപിച്ചിടുക സന്തതം. കസ്യ ദുഃഖസ്യ കോ ഹേതുർജഗത്രയേ കസ്യ ദുഃഖസ്യ വാ കോപി ഹേതുസഖേ. പൂർവജന്മാർജിതകർമ്മമത്രേ ഭുവി സർവലോകർക്കും സുഖദുഃഖ കാരണം. ദുഃഖസുഖങ്ങൾ ദാനം ചെയ്യുവതിനാരും ഉൾക്കാമ്പിലോർത്തു കണ്ടാലില്ല നിർണയം. ഏകൻ മമ സുഖദാത ജഗതി മറ്റേകൻ മമ ദുഃഖദാതാവിധി വൃഥ. തോന്നുന്നത് അജ്ഞാന ബുദ്ധികൾക്ക് എപ്പോഴും. ദുഃഖസുഖങ്ങൾ ദാനം ചെയ്യുവതിനാരും ഉൾക്കാമ്പിലോർത്തു കണ്ടാലില്ല നിർണയം. ഏകൻ മമ സുഖദാത ജഗതി മറ്റേകൻ മമ ദുഃഖദാതാവിധി വ്യഥ. തോന്നുന്നത് അജ്ഞാന ബുദ്ധികൾക്ക് എപ്പോഴും തോന്നുകയില്ല ബുധന്മാർക്കേതുമേ. ഞാനിതിന്നു ഇന്ന് കർത്താവെന്നു തോന്നുന്നു മാനസതാരിൽ വ്യഥാഭിമാനേന. കേൾ ലോകം നിജകർമ്മ സൂത്രബന്ധം സഖി. ഭോഗങ്ങളും നിജ കർമാനുസാരികൾ. മിത്രാരുദാസീന ബാന്ധവ ദ്വേഷ മധ്യസ്ഥ സുഹൃജന ഭേദബുദ്ധിഭ്രമം ചിത്തമത്രേ നിരൂപിച്ചാൽ സ്വകർമ്മങ്ങൾ എത്ര വിഭാവ്യതേ തത്ര യഥാ തഥാ. ദുഃഖസുഖം നിജകർമ്മവശാഗതം ഒക്കെയൊന്ന് ഉൾക്കാമ്പ് കൊണ്ടു നിനച്ചതിൽ യദ്യദാഗതം തത്ര കാലാന്തരേ തത്ത് ഭുജിച്ചതി സ്വസ്ഥനായി വാഴണം. ഭോഗത്തിനായി കൊണ്ട് കാമിക്കുകയും വേണ്ട, ഭോഗം വിധീകൃതം വർജിക്കുകയും വേണ്ട. വ്യർത്ഥമാർത്തോളം വിഷാദ ഹർഷാദികൾ ചിത്തേ ശുഭാശുഭകർമ്മഫലോദയേ. മർത്യദേഹം പുണ്യപാപങ്ങളെ കൊണ്ട് നിത്യം ഉൽപ്പന്നം വിഹിതം സഖേ. സൗഖ്യദുഃഖങ്ങൾ സഹജമേവർക്കുമേ തീർക്ക നീക്കാവതല്ല സുരാസുരന്മാരാലും ലോകേ. സുഖാനന്തരം ദുഃഖമായി വരും, ആകുലമില്ല ദുഃഖാനന്തരം സുഖം. നൂനം ദിനരാത്രി പോലെ ഗതാഗതം മാനസേ ചിന്തിക്കലത്രയുമില്ലടോ. ചിന്തിക്കലത്രയുമല്ലടോ. ദുഃഖമധ്യേ സുഖമായും വരും, പിന്നെ ദുഃഖം സുഖമധ്യ സംസ്ഥമായും വരും. രണ്ടും അന്യോന്യ സംയുക്തമായ ഏവനും ഉണ്ട് ജലപങ്കാമെന്ന പോലെ സഖേ. ആകയാൽ ധൈര്യേണ വിദ്വജ്ജനം ഹൃദി ശോകഹർഷങ്ങൾ കൂടാതെ വസിക്കുന്നു. ഇഷ്ടമായുള്ളത് തന്നെ വരുമ്പോഴും ഇഷ്ടമില്ലാത്തത് തന്നെ വരുമ്പോഴും തുഷ്ടാത്മനാം അരുവുന്നു ബുധജനം. ദൃഷ്ടമെല്ലാം മഹാമായേതി ഭാവനാത്. ഇത്തം ഗുഹനും സുമിത്രാത്മജനുമായി വൃത്താന്തഭേദം പറഞ്ഞു നിൽക്കുന്നേരം മിത്രനുദിച്ചിതു സത്വരം. രാഘവൻ നിത്യകർമ്മങ്ങളും ചെയ്ത് അരുളി ചെയ്തു. തോണി വരുത്തുകെന്നപ്പോൾ ഗുഹൻ നല്ല തോണിയും കൊണ്ടുവന്നാശു വണങ്ങിനാൻ. സ്വാമിന്യം ദ്രോണികാ സമാരുഗ്യതാം സൗമിത്രിണാജനകാത്മജയാ സമം. തോണി തുഴയുന്നതും അടിയൻ തന്നെ മാനവവീരാമമ പ്രാണവല്ലഭാം. ശൃംഗിവേരാധിപൻ വാക്കുകേട്ടന്നേരം മംഗലദേവതയാകിയ സീതയെ
കയ്യും പിടിച്ചു കരേറ്റി ഗുഹനുടെ കയ്യും പിടിച്ചു താനും കരേറിയിടിനാൻ. ആയുധമെല്ലാം എടുത്തു സൗമിത്രിയും ആയതമായൊരു തോണി കരേറിനാൻ. ജ്ഞാതിവർഗത്തോടുകൂടെ ഗുഹൻ പരമാദരവോട് വഹിച്ചിതു തോണിയും. മംഗലാപാങ്കിയാൻ ജാനകി ദേവിയും ഗംഗയെ പ്രാർത്ഥിച്ചു നന്നായി വണങ്ങിനാൾ. ഗംഗേ ഭഗവതി ദേവി നമോസ്തുതേ, സംഗേന ശംഭുതൻ മൗലിയിൽ വാഴുന്ന സുന്ദരി ഹൈമവതി നമസ്തേ നമോ. മന്ദാകിനി ദേവി ഗംഗേ നമോസ്തുതേ. ഞങ്ങൾ വനവാസവും കഴിഞ്ഞ് ആദരാൽ ഇങ്ങു വന്നാൽ ബലിപൂജകൾ നൽകുവൻ രക്ഷിച്ചുകൊള്ളുക നീ ആപത്തുകൂടാതെ ദക്ഷാരിവല്ലഭേ ഗംഗേ നമോസ്തുതേ. ഇത്തരം പ്രാർത്ഥിച്ചു വന്നിച്ചിരിക്കവേ സത്വരം പാരകൂലം ഗമിച്ചിടിനാർ. തോണിയിൽ നിന്ന് താഴത്തിറങ്ങി ഗുഹൻ താണു തൊഴുതപേക്ഷിച്ചാൻ മനോഗതം. കൂടെ വിടകൊള്ളുവതിനടിയനുമൊന്നൊരാടൽ കൂടാതെ അനിച്ചു നൽകിയിടണം. പ്രാണങ്ങളെ കളഞ്ഞിടുവൻ അല്ലായിലേണാങ്കബിംബാനനാ ജഗൽപദേ ജഗദീപദേ. നൈഷാദവാക്യങ്ങൾ കേട്ടു മനസ്സി സന്തോഷേണ രാഘവനേവമരുൾ ചെയ്തു. സത്യം 14 സംവത്സരം വിപിനത്തിൽ വസിച്ചു വരുവൻ. വിരവിൽ ഞാൻ ചിത്തവിഷാദമൊഴിഞ്ഞു വാണിയിടു നീ സത്യവിരോധം വരാ രാമഭാഷിതം. ഇത്തരമോരോ വിധം അരുളി ചെയ്തു ചിത്തമോദേന ഗാഠാശ്ലേഷവും ചെയ്തു. ഭക്തനെ പോകുന്നയച്ചു രഘൂത്തമൻ ഭക്ത്യാ നമസ്കരിച്ചഞ്ജലിയും ചെയ്തു. മന്ദമന്ദം തോണിമേലെ ഗുഹൻ വീണ്ടും മന്ദിരം ബുക്കു ചിന്തിച്ചു മരുവിനാൻ. ഭരദ്വാജാശ്രമപ്രവേശം. വൈദേഹി തന്നോടുകൂടവേ രാഘവൻ സോദരനോടും ഒരു മൃഗത്തെ കൊന്നു സാദരം ഭുക്ത സുഖേന വസിച്ചിതു പാദവമൂലേ ദലാഢ്യതൽപസ്ഥലേ. മാർത്താണ്ഡദേവൻ ഉദിച്ചോരനന്തരം പാർത്ഥിവൻ അർഘ്യാദി നിത്യകർമ്മം ചെയ്തു. ചെന്നു ഭരദ്വാജനായ തപോധനൻ തന്നാശ്രമപദത്തിനടുത്താദരാൽ ചിത്തമോദത്തോടിരുന്നൊരു നേരത്ത് തത്ര കാണായിതൊരു വടു തന്നെയും. അപ്പോൾ അവനോട് അരുൾ ചെയ്തു രാഘവൻ, ഇപ്പോഴേ നീ മുനിയോടുണർത്തിക്കണം. രാമൻ ദശരഥനന്ദനുണ്ടു തൻ ഭാമിനിയോടും അനുജനോടും വന്നു പാർത്തിരിക്കുന്നിതുടജാങ്ങാന്തികെ എന്ന വാർത്ത വൈകാതെ ഉണർത്തിക്കയെന്നപ്പോൾ താപസശ്രേഷ്ഠനോട് ബ്രഹ്മചാരി ചെന്ന ആഭോഗ സന്തോഷമോട് ചൊല്ലിയിടിനാൻ. ആശ്രമോപാന്തേ ദശരഥപുത്രനുണ്ട് ആശ്രിത വത്സല പാർത്തിരുന്നിടുന്നു. ശ്രുത്വാ ഭരദ്വാജൻ ഇത്തം സമുത്ഥായ ഹസ്തേ സമാദായ സാർക്യപാദ്യാദിയും ഗത്വാ രഘൂത്തമ സന്നിധൗ സത്വരം ഭക്ത്വൈവ പൂജയിത്വാ സഹ ലക്ഷ്മണം ദൃഷ്ട്വാരമാവരം രാമം ദയാപരം തുഷ്ട്യാ പരമാനന്ദാബ്ധൗ മുഴുകിനാൻ. ദാശരഥിയും ഭരദ്വാജപാദങ്ങളാശു വണങ്ങിനാൻ ഭാര്യാനുജാന്വിതം. ആശീർവചനപൂർവം മുനി പുങ്കവൻ ആശയാനന്ദം എന്നരുളി ചെയ്തു. പാദരജസ പവിത്രയാക്കിയിടു നീ വേദാത്മകാമമ വർണ്ണശാലാമിമാം. ഇത്തമുക്തോടജമാനീയ സീതയാ സത്യസ്വരൂപം സഹാനുജൻ സാദരം പൂജാവിധാനേന പൂജിച്ചുടൻ ഭരദ്വാജ തപോധന ശ്രേഷ്ഠൻ അരുൾ ചെയ്തു. നിന്നോട് സംഗമമുണ്ടാക കാരണം ഇന്നു വന്നു തവ സാഫല്യമൊക്കവേ. ജ്ഞാതമ്മയാ തവോദന്തം രഘൂപതേ ഭൂതഗാമാമികം വാ കരുണാനിധേ. ഞാൻ അറിഞ്ഞേൻ പരമാത്മാ ഭവാൻ കാര്യമാനുഷനായിതോ മായയാ ഭൂതലേ. ബ്രഹ്മണ പണ്ട് സംപ്രാർത്ഥിതനാകയാൽ ജന്മമുണ്ടായത് യാതൊന്നിനെന്നതും കാനനവാസാവകാശമുണ്ടായത് ഞാൻ അറിഞ്ഞിടിനേനിന്ന്. അതിനെന്നടോ ജ്ഞാനദൃഷ്ടിയാതവ ധ്യാനൈകജാതയാ ജ്ഞാനമൂർത്തേ സകലത്തെയും കണ്ടു ഞാൻ. എന്തിനു ഞാൻ വളരെ പറഞ്ഞിടുന്നു സന്തുഷ്ടബുദ്ധ്യാകൃതാർത്ഥനായേനകം. ശ്രീപതി രാഘവൻ വന്ദിച്ചു സാദരം താപസശ്രേഷ്ഠനോടേവം അരുൾ ചെയ്തു. ക്ഷത്രബന്ധുക്കളായുള്ളൊരു ഞങ്ങളെ ചിത്തമോദത്തോടനുഗ്രഹിക്കണമേ. ഇത്തം അന്യോന്യഭാഷണവും ചെയ്തു. തത്ര കഴിഞ്ഞതോ രാത്രി മുനിയുമായി വാൽമീകി
പ്രവേശം. ഉത്ഥാനവും ചെയ്തു ഷസി മുനിവരപുത്രരായുള്ള കുമാരന്മാരുമായി ഉത്തമയായ കാളിന്തി നദിയെയും ഉത്തീര്യ താപസാദിഷ്ടമാർഗേണ പോയി ചിത്രകൂടാദ്രിയെ പ്രാപിച്ചിതു ജവാൽ. തത്ര വാൽമീകി തന്നാശ്രമം നിർമ്മലം നാനാമുനികുലസങ്കുലം കേവലം നാനാമൃഗദ്വിജാകീർണം മനോഹരം ഉത്തമ വൃക്ഷലതാപരിശോഭിതം നിത്യകുസുമഫലദള സംയുതം. അത്ര ഗത്വാ സമാസീനം മുനികുലസത്തമം ദൃഷ്ട്വാ നമസ്കരിച്ചിടിനാൻ. രാമം രമാവരം വീരം മനോഹരം കോമളം ശ്യാമളം കാമദം മോഹനം കന്ദർപ്പസുന്ദർപ്പമിന്ദീവരേക്ഷണം ഇന്ദ്രാദിവൃന്ദാരകൈരഭിവന്ദിതം. ബാണതൂണീരധനുദ്ധരം വിഷ്ടപത്രാണ നിപുണം ജടാമകുടോജ്വലം ജാനകീ ലക്ഷ്മണോപേതം രഘൂത്തമം. മാനവേന്ദ്രം കണ്ടു വാൽമീകിയും തഥാ സന്തോഷബാഷ്പാകുലാക്ഷനായി രാഘവൻ തൻ തിരുമേനി ഗാഠം പുണർന്നിടിനാൻ നാരായണം. പരമാനന്ദ വിഗ്രഹം കാരുണ്യപീയൂഷസാഗരം മാനുഷം പൂജയിത്വാ ജഗൽ പൂജ്യം ജഗന്മയൻ രാജീവലോചനൻ രാജേന്ദ്രശേഖരം. ഭക്ത്യപൂണ്ട അർഘ്യപാദ്യാദികൾ കൊണ്ടതാ മുക്തിപ്രദനായ നാഥനു സാദരം ഫലമൂലങ്ങൾ ഒക്കെ നിവേദിച്ചു ഭോജനാർത്ഥം മുതാ. ഭുക്വാ പരിശ്രമം തീർത്തു രഘുവരൻ നത്വാ മുനിവരൻ തന്നോട് അരുൾ ചെയ്തു. താതാജ്ഞയാ വനത്തിനു പുറപ്പെട്ടു സോദരനോടും ജനകാത്മജയോടും ഹേതുവോ ഞാൻ പറയണമെന്നില്ലല്ലോ. വേദാന്തിനാം ഭവതാം അറിയാമല്ലോ. യാതൊരിടത്തു സുഖേന വസിക്കാവൂ സീതയോടുകൂടിയരുൾ ചെയ്യണം. ഇദ്ദിക്കിലൊട്ടുകാലം വസിച്ചിടുവാൻ ചിത്തേ പെരികയുണ്ടാശ മഹാമുനെ. ഇങ്ങനെയുള്ള ദിവ്യന്മാരിരിക്കുന്ന മംഗലദേശങ്ങൾ മുഖ്യവാസോചിതം എന്നത് കേട്ട് വാൽമീകി മഹാമുനി മന്ദസ്മിതം ചെയ്തിരിവണ്ണം അരുൾ ചെയ്തു. സർവലോകങ്ങളും നിങ്കൽ വസിക്കുന്നു, സർവലോകേഷു നീയും വസിച്ചിടുന്നു. ഇങ്ങനെ സാധാരണ നിവാസസ്ഥലം അങ്ങനെയാകയാൽ എന്തു ചൊല്ലാവതും. സീതാസഹിതനായി വാഴുവാൻ ഇന്നൊരു ദേശം വിശേഷേണ ചോദിക്ക കാരണം സൗഖ്യേന തേ. വസിപ്പാനുള്ള മന്ദിരം ആഖ്യവിശേഷേണ ചൊല്ലുന്നതുണ്ട് ഞാൻ. സന്തുഷ്ടരായി സമദൃഷ്ടികളായി ബഹുജന്തുക്കളിൽ ദോഷഹീനമതികളായി ശാന്തരായി നിന്നെ ഭജിപ്പവർ തന്നെ സ്വാന്തം നിനക്കു സുഖവാസമന്ദിരം. നിത്യധർമാധർമ്മമെല്ലാം ഉപേക്ഷിച്ചു ഭക്ത്യാ ഭവാനെ ഭജിക്കുന്നവരുടെ ചിത്തസരോജം ഭവാനിരുന്നിടുവാൻ ഉത്തമമായി വിളങ്ങിയിടുന്ന മന്ദിരം. നിത്യവും നിന്നെ ശരണമായി പ്രാപിച്ചു നിർദ്വന്ദ്വരായി നിസ്പൃഹരായി നിരീഹരായി തന്മന്ത്രജാപകരായുള്ള മാനുഷർ തന്മന പങ്കജം തേ സുഖമന്ദിരം. ശാന്തന്മാരായി നിരഹങ്കാരികളുമായി ശാന്തരാഗദ്വേഷമാനസന്മാരുമായി ലോഷ്ടാസ്മ കാഞ്ചനതുല്യാമതികളാം ശ്രേഷ്ഠമതികൾ മനസ്തവ മന്ദിരം. നിങ്കൽ സമസ്ത കർമ്മങ്ങൾ സമർപ്പിച്ച് നിങ്കലേ ദത്തമായൊരു മനസ്സോടും സന്തുഷ്ടരായി മരുവുന്നവർ മാനസം സന്തതം തേ സുഖവാസായ മന്ദിരം. ഇഷ്ടം ലഭിച്ചിട്ട് സന്തോഷമില്ലൊട്ടും ഇഷ്ടേതരാപ്തിക്ക് അനുതാപവുമില്ല. സർവവും മായേതി നിശ്ചിത്യ വാഴുന്ന ദിവ്യ മനസ്തവവാസായ മന്ദിരം. ഷഡ്ഭാവഭേദവികാരങ്ങളൊക്കെയും ഉൾപൂവിൽ ഓർക്കിലോ ദേഹത്തിനേയുള്ളൂ ക്ഷുത്രഡ്. സുഖദുഃഖാദി സർവവും ചിത്തെ വിചാരിക്കിൽ ആത്മാവിനില്ലേതും. യുദ്ധമുറച്ചു ഭജിക്കുന്നവരുടെ ചിത്തം തവ സുഖവാസായ മന്ദിരം. യാതൊരുത്തൻ ഭവന്തം പരഞ്ചിൽഖനം വേദസ്വരൂപമനന്തമേകം സദാം. വേദാന്തവേദ്യമാദ്യം ജഗൽക്കാരണം നാദാന്തരൂപം പരം ബ്രഹ്മമച്യുതം. സർവഗുഹാശയസ്ഥം സമസ്താധാരം സർവഗതം പരമാത്മാനലേപകം. വാസുദേവം വരദം വരേണ്യം ജഗദാസിനാം ആത്മന കാണുന്നതും സദാ. തസ്യ ചിത്തേ ജനകാത്മജയാ സമം നിസ്സംശയം വസിച്ചിടുക. ശ്രീപദേ സന്തതാഭ്യാസദൃഢീകൃതചേതസ
സന്തതം ത്വൽപാദസേവാരതാത്മനാം സന്തതം ത്വന്നാമമന്ത്രജപാശുചി സന്തോഷചേതസാം ഭക്തിദ്രവാത്മനാം അന്തർഗതനായി വസിക്ക നീ സീതയാ ചിന്തിത ചിന്താമണി ദയാവാരിതേ. അന്തർഗതനായി വസിക്ക നീ സീതയാ ചിന്തിത ചിന്താമണി ദയാവാരിതേ. പൂർവം രാമതപോവനാധിഗമനം ഹത്വാ മൃഗം കാഞ്ചനം വൈദേഹീകരണം ജടായുമരണം സുഗ്രീവ സംഭാഷണം ബാലി നിഗ്രഹണം സമുദ്രതരണം ലങ്കാപുരീമർദ്ദനം കൃത്വാ രാവണകുംഭകർണഹനനം സമ്പൂർണ്ണ രാമായണം. കായേന വാചാ മനസേന്ദ്രിയർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാത് കരോമി യദ്യ സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. ശ്രീനാരായണായേതി സമർപ്പയാമി. ഹരി ഓം. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ.